ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വചനഭാഗം 1 ശമൂവേലിന്റെ പുസ്തകം 30-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഈ ഭാഗം വായിക്കുമ്പോൾ ശൗലിന്റെ ആക്രമണത്തെ ഭയപ്പെട്ട് ദാവീദും കൂടെയുള്ളവരും ഫെലിസ്ത്യ ദേശമായ സിക്ലാഗിൽ വന്ന് താമസം ഉറപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശത്രുദേശത്ത് വന്ന് ദാവീദിനും കൂടെയുള്ളവർക്കും താമസിക്കേണ്ടി വരുന്നു. ദാവീദ് രാജാവും കൂടെയുള്ളവരും ആഖീഷിനോടൊപ്പം യുദ്ധത്തിന് പോയ സമയത്ത് ദേശത്ത് സ്ത്രീകൾ മാത്രം അവശേഷിക്കുന്ന സമയത്ത് അമാലേക്യരായ ശത്രുക്കൾ വന്ന് ദേശം കൊള്ളയടിക്കുകയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ടു പോവുകയും ചെയ്തു. ഈ സമയത്ത് ദാവീദും കൂടെയുള്ളവരും അവിടെ ഉണ്ടായിരുന്നില്ല. 3 ദിവസങ്ങൾക്ക് ശേഷം ദാവീദും കൂടെയുള്ളവരും മടങ്ങി വരുമ്പോൾ ദേശം കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്നതും തങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും എല്ലാം ദേശത്തു നിന്ന് ശത്രു കൊള്ളയടിച്ചു കൊണ്ടുപോയതും കാണുവാനായിട്ട് സാധിച്ചു. ദാവീദിന്റെ കൂടെയുള്ളവർ തന്നെ ദാവീദിനെതിരെ തിരിയുന്നു. ദാവീദ് കഷ്ടത്തിലാകുന്നു. എന്നാൽ ദാവീദ് ഉടനെ തന്നെ പുരോഹിതനെ വരുത്തി ദൈവത്തിന്റെ ആലോചന ചോദിക്കുന്നു. ശത്രുക്കളെ പിന്തുടരണമോ വേണ്ടയോ എന്ന് ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ ശത്രുവിനെ പിന്തുടർന്ന് തന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട സകലത്തെയും പിടിച്ചെടുക്കുവാനായിട്ട് ദാവീദിന് ആലോചന ലഭിക്കുന്നതായിട്ട് നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ വിശ്വാസ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ നാം കടന്നു പോകാറുണ്ട്. ദാവീദ് തന്റെ ദേശത്തു നിന്ന് 3 ദിവസം മാറി നിന്നപ്പോൾ ശത്രു ദേശത്തെ ആക്രമിക്കുവാനായിട്ടിടയായി. തന്റെ കുടുംബത്തെയും കൂടെയുള്ളവരുടെ കുടുംബത്തെയും ഒക്കെ ആക്രമിക്കുവാനും കൊള്ളയടിക്കുവാനും ഇടയായി തീർന്നു. നമ്മുടെ വിശ്വാസ ജീവിതത്തിലും പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന കുറയുമ്പോൾ 1 ദിവസം 2 ദിവസം 3 ദിവസമൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്കൊക്കെ ശത്രു കടന്നു കയറുവാനായിട്ട് ഇടയാകും. നമ്മുടെ കുഞ്ഞുങ്ങളെ കൊള്ളയടിക്കുവാൻ ഇടയായി തീരും. നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കുവാനായി ഇടയായി തീരും. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയും വിശ്വാസവും ഒക്കെ കൊള്ളയടിച്ചു കൊണ്ടുപോകുവാനായിട്ട് ഇടയായി തീരും. ഇവിടെ ദാവീദും കൂടെയുള്ളവരും ദൈവത്തിന്റെ ആലോചന പ്രകാരം ശത്രുവിന്റെ കോട്ടയിൽ കടന്ന് തങ്ങൾക്ക് നഷ്ടപ്പെട്ട സമ്പത്തും തങ്ങളുടെ കുടുംബവും ഒക്കെ വീണ്ടെടുക്കുവാനായിട്ട് യാത്രയാവുകയാണ്. ദാവീദും 600 പേരും ചേർന്ന് ഈ യാത്ര ആരംഭിക്കുന്നു. അതിൽ 200 പേര് വഴിയാത്രയിൽ വെച്ച് തളർന്ന് അവശരായി പോകുന്നു. ദാവീദും 400 പേരും തടസ്സങ്ങളെല്ലാം ഭേദിച്ച് ശത്രുവിനെ ആക്രമിക്കുവാനും നഷ്ടപ്പെട്ടതിനെ തിരിച്ചെടുക്കുവാനുമായിട്ട് യാത്ര തുടരുന്നു. വിശ്വാസ ജീവിത യാത്രയിൽ നാമും നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടിയില്ലെങ്കിൽ വഴിയിൽ വെച്ച് വീണു പോകുവാനായിട്ട് ഇടയായിത്തീരും. 200 പേർ വീണു പോയെങ്കിലും ദാവീദും 400 പേരുമായിട്ട് യാത്ര തുടരുന്നു. ആ യാത്രയിൽ വയലിൽ വെച്ച് ഒരു മിസ്രൈമ്യനെ അവശനായി കിടക്കുന്ന നിലയിൽ അവര് കാണുവാനായിട്ട് ഇടയായി തീർന്നു. അവന് അപ്പവും വെള്ളവും കൊടുത്ത് അവനെ രക്ഷിച്ചു. ഒരു കഷ്ണം അപ്പവും 2 ഉണക്കമുന്തിരിക്കുലയും അവന് കൊടുക്കുന്നു. അവൻ 3 ദിവസമായിട്ട് ആഹാരം കഴിക്കാത്ത അവസ്ഥയിൽ, മരിപ്പാറായ അവസ്ഥയിൽ അവൻ വഴിയരികിൽ കിടക്കുകയായിരുന്നു. ഈ മനുഷ്യൻ ഒരു മിസ്രൈമ്യനാണ്. ദാവീദുമായിട്ടോ അവന്റെ കുടുംബവുമായിട്ടോ യാതൊരു ബന്ധവുമില്ലാത്ത മനുഷ്യനായിട്ടും ദാവീദ് ആ മനുഷ്യന് ആഹാരവും വെള്ളവും കൊടുത്ത് രക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ വിശ്വാസ ജീവിത യാത്രയിലും പലപ്പോഴും നമ്മുടെ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വഴിയരികിൽ പലരെയും വീണ് കിടക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. മുറിവേറ്റവരായും അവശരായും മരിപ്പാറായും ആയ മനുഷ്യർ, അവരുമായിട്ട് നമുക്ക് വ്യക്തിപരമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാകത്തില്ല. എന്നാൽ അവരെയും അപ്പവും വെള്ളവും കൊടുത്ത് പ്രാർത്ഥനയും ആശ്വാസവും വിശ്വാസവും ഒക്കെ പകർന്നു കൊടുത്ത് കൂടെ കൂട്ടുവാനുള്ള ഒരു ഉത്തരവാദിത്വം വിശ്വാസികളായ നമുക്കുണ്ടെന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദാവീദ് ഇപ്രകാരം ആ മനുഷ്യനെ അപ്പവും വെള്ളവും കൊടുത്ത് രക്ഷിക്കുന്നു. പിന്നീട് നാം വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, ദാവീദിന് ശത്രുവിന്റെ കോട്ടയിലേക്കുള്ള വഴി തുറന്നു കൊടുക്കുന്നത് ഈ മനുഷ്യനാണ്. അമാലേക്യരുടെ കോട്ടയിലേക്ക് കടന്നു ചെന്ന് അവരെ കീഴ്പ്പെടുത്തുവാൻ, ശത്രുക്കളെ നശിപ്പിക്കുവാനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നത് ഈ മിസ്രൈമ്യനായ മനുഷ്യനാണെന്ന് വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ വിശ്വാസ ജീവിത യാത്രയിൽ നമുക്ക് യാതൊരു പരിചയമില്ലാത്ത വ്യക്തികൾക്ക് നമ്മൾ നൽകുന്ന സഹായം, അവർക്ക് നമ്മൾ നൽകുന്ന പ്രാർത്ഥനകൾ, ആശ്വാസം, സഹായങ്ങൾ, ഇതൊക്കെയും തന്നെ നമുക്ക് തന്നെ പ്രതിഫലമായി മാറുമെന്ന് ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിന്റെ നന്മ നമുക്ക് ദൈവം തുറന്നു തരിക തന്നെ ചെയ്യും. നമുക്ക് ശത്രുവിനെ അടിച്ചു വീഴ്ത്തുവാനുള്ള ശക്തി ഈ പ്രവർത്തികളിലൂടെ, ഈ പ്രാർത്ഥനകളിലൂടെ, ഈ നല്ല പ്രവർത്തികളിലൂടെ നമുക്ക് നേടുവാനായിട്ട് സാധിക്കും. നമ്മൾ ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും വേണ്ടി സമയം മാറ്റി വച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിനെ കുറിച്ച് പറയുവാൻ, നമ്മൾ മറ്റുള്ളവരോട് പറയുവാൻ നാം ഏതെങ്കിലും സമയം മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും വിഫലമായി പോകത്തില്ല, നിഷ്ഫലമായി പോകത്തില്ല. അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും.
നമുക്കൊരു പക്ഷേ വിശ്വാസ ജീവിത യാത്രയിൽ ലക്ഷ്യത്തിലേക്ക് പോകുവാനുള്ള വഴി തുറന്നു തരുന്നത് നാം ചെയ്യുന്ന ഈ പ്രവർത്തികളായിരിക്കും, ഈ പ്രാർത്ഥനകളായിരിക്കും എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ മിസ്രൈമ്യൻ അമാലേക്യരുടെ കോട്ടയിൽ കടക്കുവാനുള്ള വഴി ദാവീദിന് പറഞ്ഞു കൊടുക്കുന്നു. ദാവീദും കൂടെയുള്ളവരും അമാലേക്യരുടെ കോട്ടയിൽ കടന്ന് തങ്ങളുടെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും എല്ലാം രക്ഷിക്കുന്നു. അതുപോലെ തങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട സമ്പത്ത് പിടിച്ചെടുക്കുന്നു. ശത്രുവിന്റെ പാളയത്തെയും കൊള്ളയിട്ട് അവര് വിജയിച്ച് മടങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ പലപ്പോഴും നമ്മുടെ കുടുംബത്തെക്കാൾ അധികം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയം മാറ്റിവെച്ചവരാണ്. മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥനാ മുറിയിൽ യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ശത്രു നമ്മുടെ കുടുംബത്തിൽ നിന്ന് കൊള്ളയടിച്ചതിനെ എല്ലാം മടക്കി തിരികെ പിടിക്കുവാൻ ഈ പ്രാർത്ഥനകൾ നമ്മെ സഹായിക്കുമെന്ന്, ഈ വിശ്വാസ ജീവിതയാത്രയിലെ യുദ്ധങ്ങൾ നമ്മെ സഹായിക്കുമെന്ന്, മറ്റുള്ളവർക്ക് നാം ചെയ്ത നന്മ അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത പ്രാർത്ഥനകൾ നമ്മെ സഹായിക്കുമെന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദാവീദും കൂടെയുള്ളവരും നഷ്ടപ്പെട്ടതിനെ എല്ലാം നേടിയെടുത്തുകൊണ്ട് ദേശത്തേക്ക് സിക്ലാഗിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ചില വ്യക്തികൾ ദാവീദിനെ ഉപദേശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദാവീദും കൂടെയുള്ളവരും അമാലേക്യരെ നേരിടുന്നതിനായിട്ട് കടന്നു പോയപ്പോൾ കുറച്ച് ആളുകൾ ദേശത്ത് പാർത്ത് ദേശത്തെ സംരക്ഷിക്കുവാനായിട്ട് ദേശത്തു തന്നെ താമസിച്ചതായിട്ട്, സിക്ലാഗിൽ തന്നെ താമസിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദാവീദും കൂട്ടരും വിജയിച്ച് മടങ്ങി വരുമ്പോൾ ദാവീദിന്റെ കൂടെയുള്ള ചില പുരുഷന്മാര് ദാവീദിനെ ഉപദേശിക്കുകയാണ്. അമാലേക്യരുടെ കയ്യിൽ നിന്ന് കൊണ്ടുവന്ന കൊള്ളമുതൽ വിഭാഗിക്കുമ്പോൾ അത് യുദ്ധത്തിന് പോയവർക്ക് മാത്രം വിഭാഗിച്ചാൽ മതി. ദേശത്തെ സംരക്ഷിക്കുവാൻ ദേശത്ത് പാർത്തവർക്ക് കൊള്ളമുതൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് നഷ്ടപ്പെട്ട അവരുടെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും മാത്രം മടക്കി കൊടുത്താൽ മതിയെന്ന് ദുഷ്ടരായ ചില പുരുഷന്മാർ ദാവീദിനെ ഉപദേശിക്കുന്നു. അപ്പോൾ ദാവീദ് കൊടുക്കുന്ന മറുപടി വളരെയധികം ശ്രദ്ധേയമാണ്. ദാവീദ് പറയുകയാണ്, യുദ്ധത്തിന് പോയവന്റെ ഓഹരിയും സാമാനങ്ങൾക്കരികെ പാർത്തവന്റെ ഓഹരിയും ഒരുപോലെ ആയിരിക്കണം. പ്രിയ വിശ്വാസികളെ, ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം ദൈവസന്നിധിയിൽ പല തരത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നവരായിരിക്കാം. ചിലര് പബ്ലിക് മിനിസ്ട്രി ചെയ്യുന്നവരായിരിക്കാം, ചിലര് ഭവനത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. ഭവനത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരെ ആരും അറിയണമെന്നില്ല, അവർക്ക് പ്രശസ്തിയും പേരും ഒന്നും കിട്ടണമെന്നില്ല. പക്ഷെ അവർ അനേകരുടെ പേരുകൾ ഏറ്റെടുത്ത് അനേക ശുശ്രൂഷകർക്ക് വേണ്ടി ഒക്കെ ഭവനത്തിലിരുന്ന് അധ്വാനിച്ച് സമയം മാറ്റിവെച്ച് പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. നാം പലപ്പോഴും വിചാരിക്കും പബ്ലിക്കിൽ നിന്ന് മിനിസ്ട്രി ചെയ്യുന്നവർക്കാണ് ദൈവം ഏറ്റവും കൂടുതൽ പ്രതിഫലം കൊടുക്കുന്നത്, അവരാണ് ശരിയായ ശുശ്രൂഷ ചെയ്യുന്നത് എന്ന്. എന്നാൽ ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് യുദ്ധത്തിന് പോയവന്റെ ഓഹരിയും സാമാനങ്ങൾക്കരികെ പാർത്തവന്റെ ഓഹരിയും ഒരുപോലെ ആയിരിക്കണം. ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തം അത് ഭവനത്തിനകത്തിരുന്നായാലും പുറത്തായാലും വിശ്വസ്തയോടെ ചെയ്യുന്നവന് ഒരുപോലെ ദൈവം ഓഹരി നൽകുന്നു. എന്താണോ എന്നെ ഏൽപ്പിക്കുന്നത് അത് വിശ്വസ്തയോടെ ചെയ്യുക. പ്രാർത്ഥനാ മുറിയിൽ സമയം ചിലവഴിക്കാനാണ് ദൈവം എന്നെ ഏൽപ്പിച്ചതെങ്കിൽ ആ ജോലി ഞാൻ ഉത്തരവാദിത്തത്തോടെ ചെയ്യുക, എനിക്ക് പ്രതിഫലം കിട്ടും. പബ്ലിക് മിനിസ്ട്രിയാണ് എന്നെ ഏൽപ്പിച്ചതെങ്കിൽ അത് ഞാൻ വിശ്വസ്തയോടെ ചെയ്യുക, അതിനുള്ള പ്രതിഫലം, ആ വിശ്വസ്തതയ്ക്കുള്ള പ്രതിഫലം ദൈവം തരും. അകത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുന്നവനും പുറത്ത് ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷകനും തമ്മിൽ ഓഹരിയിൽ വ്യത്യാസമില്ലെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. യുദ്ധത്തിന് പോയവന്റെ ഓഹരിയും സാമാനങ്ങൾക്കരികെ പാർത്തവന്റെ ഓഹരിയും ഒരുപോലെ ആയിരിക്കണമെന്ന് ദാവീദ് ഈ ദുഷ്ട മനുഷ്യരെ ഉപദേശിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ വിനയപ്പെടാം. ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ എത്ര തന്നെ കഠിനമായിരുന്നാലും താഴ്മയോടെ വിനയത്തോടെ അത് ഭവനത്തിലിരുന്ന് ചെയ്യേണ്ടതായാലും പുറത്തിറങ്ങി ചെയ്യേണ്ടതായാലും വിശ്വസ്തയോടെ നമുക്ക് ചെയ്യാം. അതിനുള്ള പ്രതിഫലം സ്വർഗം നമുക്ക് ഒരുക്കിയിരിക്കുന്നു. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.